നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണോ? 1-2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. കുറച്ച് പർച്ചേസ് യാത്രകളിലായിരുന്നു. എല്ലാവരും ഓർക്കുന്ന ഇടയ്ക്ക് വട്ടമുണ്ടെന്നു. വെള്ളപ്പൊക്കമൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ താണ്ടി പർച്ചേസിന് പോകുന്ന ഏക വ്യക്തി ഞാൻ മാത്രമേ കാണുള്ളൂ, അതും ഈ പെരുമഴക്കാലത്ത്. എന്താണെന്നറിയോ, നമ്മൾ എപ്പോഴും നല്ല റെഡി ആയിട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നത് മഴയൊക്കെ ഇപ്പം അങ്ങ് പോകത്തില്ലേ. ഇപ്പോൾ ജൂണായി, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ 2 മാസം കണ്ണടച്ച് തുറക്കുമ്പോൾ പിള്ളേരൊക്കെ സ്കൂൾ തുറന്ന് എത്ര പെട്ടെന്നാണ് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങി. സെപ്റ്റംബർ ആദ്യം ഓണമല്ലേ, അപ്പം നമ്മളിപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങി. പർച്ചേസ് ചെയ്ത് കുറേ സാധനങ്ങൾ, ഒത്തിരി കുർത്തീസ്, ചുരിദാർ സെറ്റ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്ന സാരി, ബ്ലൗസ് എല്ലാം വന്നിട്ടുണ്ട്. ബ്ലൗസ് 3XL എല്ലാം പരാതി തീർത്തേക്കാം. ഈ ഞായറാഴ്ച 3XL ബ്ലൗസ് വന്നിട്ടുണ്ട്. അടിപൊളി ബ്ലൗസാണ്. അതിനെപ്പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല, അപ്പോൾ പറഞ്ഞാൽ മതി. ഇപ്പം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന സാരിക്കകത്തെ ബ്ലൗസ് കഴിഞ്ഞ ഞായറാഴ്ച കാണിച്ച ബ്ലൗസാണ്. അപ്പോൾ ആ ബ്ലൗസിൻ്റെ കുറേ കളർ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. മെറൂണൊക്കെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷേ റീസ്റ്റോക്ക് വന്നതിനകത്ത് ഹ്യൂജ് സ്റ്റോക്കില്ല, പരിമിതമാണ്. എന്നാലും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. എല്ലാ കളറും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. വേണ്ടവർ ഈ ദിവസങ്ങളിൽ ഇന്നോ നാളെയൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്താൽ വാങ്ങിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരിയുടെ ബ്ലൗസാണ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ കാണിക്കാൻ പോകുന്നത് ഒരു വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫങ്ഷൻ വെയർ വിചിത്ര സിൽക്ക് തീർത്തിരിക്കുന്ന ഒരു സാരി. നല്ല സാരി. ഞാൻ എന്നാന്നറിയാം ഇങ്ങനത്തെ സാരി കൊണ്ടുവരുന്നത്. നമുക്ക് ഇപ്പോൾ ഈ മഴക്കാലം അങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ പല ആൾക്കാരും പല ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പക്ഷേ ഫംഗ്ഷനുകളോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന, എന്നാൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന, എന്നാ പറയുന്നത്, മറ്റെന്തെങ്കിലുമായിട്ട് കുർത്തിയായിട്ടോ ചുരിദാർ സെറ്റൊക്കെ ആയിട്ട് മാറ്റാൻ പറ്റും. ഈ പണ്ടിരിക്കും ഞാൻ അങ്ങനെ ചുരിദാർ സെറ്റ് ആക്കി ഇത് ബനാറസി സാരി വെട്ടിയിട്ടുണ്ടല്ലോ. പട്ടുപാവാട തയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഒരു പുള്ളിക്കാരത്തി പറഞ്ഞു, എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമെന്ന്. എന്നാന്നറിയാവോ, എനിക്കറിയത്തില്ല. അതിനൊക്കെ ദേഷ്യപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്നാ ചെയ്യും? ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു. ഞാൻ ചോദിച്ചിട്ട് നമുക്കൊരു സാധനം മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന അത്ര ഉപയോഗിക്കുക എന്നുള്ളതല്ല. ഈ പറയുന്നത് ഞാനും അത്ര വലിയ മെഡിക്കൊന്നുമല്ല. എൻ്റെ കബോർഡ് തുറന്നാലും സാരിയൊന്നുമില്ല, സാരി ഉടുക്കലില്ലാത്തതുകൊണ്ട് സാരി വളരെ പേരിനേ ഉള്ളൂ. കുർത്തികൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ആർക്കെങ്കിലും എല്ലാം കൊടുക്കണമെന്ന് ഞാൻ ഓർക്കും. ഒരു പ്രാവശ്യം പോലും ഇടാത്ത കുർത്തികൾ വരെയുണ്ട്. എനിക്ക് ചൂടിൻ്റെ അസുഖമുള്ളതുകൊണ്ടേ എനിക്ക് ചൂട് ഇട്ട് കഴിയുമ്പോൾ ചൂടാൻ തോന്നിയാൽ പിന്നെ ഞാനത് ഇടത്തില്ല. അങ്ങനത്തെ ഒക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് സമയമുണ്ട് ഉള്ളവരൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം ഇതൊക്കെ. അല്ലെങ്കിൽ നമ്മളത് വേറെ എന്തെങ്കിലും ആക്കി തയ്ക്കണം. ഉണ്ടോ നല്ല ഒനിയൻ പിങ്ക്, ഒനിയൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ. ഞാൻ ഈ സാരി ഉടുത്തുള്ള വീഡിയോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം റേറ്റ് ഇത്രയാകുന്നുള്ളൂ. ആ ബ്ലൗസും ആ സാരിയും കൂടെ കൂടി 1000 രൂപയിൽ താഴെയുള്ള ഒരു റേറ്റേ ആകുന്നുള്ളൂ. ഇതാണ്, ഈ സാരിയാണ് ഞാൻ ഉടുത്തത്. കണ്ടോ ഈ സാരി? വയലറ്റ്, നല്ല ഡാർക്ക് വയലറ്റ്, ബീട്രൂട്ട് ഷെയ്ഡ് എന്ന് പറയാം. നല്ല ഡാർക്ക് വൈൻ കളർ അത് തന്നെ. ചിലപ്പോൾ കൺഫ്യൂഷൻ വരുമേ. അതിൻ്റെ ആ ബ്ലൗസ് തന്നെ ഇട്ടാണ് ഞാൻ സാരി ഉടുത്തിരിക്കുന്നത്. എന്നിട്ടുണ്ടല്ലോ ആ ബ്ലൗസ് അതിനൊറ്റ സൈസേ വന്നിട്ടുള്ളായിരുന്നു. എനിക്കത് കറക്റ്റായിട്ടോ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് കയ്യിൽ കൂടെ കയറ്റി നോക്കിയപ്പം ചിലപ്പോൾ എനിക്കത് പറ്റുമോ. പക്ഷേ എനിക്കത് കറക്റ്റാണ്. XXL സൈസാണ്. പക്ഷേ എൻ്റെ XL ആയിട്ട് പോലും അതിനൊന്നും എനിക്ക് ഓൾട്രേഷൻ ഒന്നും ചെയ്യേണ്ടി വരും. എനിക്ക് XL ഇല്ല, ലാർജിനും XL ഇടയ്ക്കാം. എന്നിട്ടും XXL സൈസായിട്ടുള്ള ആ ബ്ലൗസ് എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇതാണ് സാരി, ഇതാണ് ഞാൻ ഉടുത്ത സാരി. ഇതിനുണ്ടല്ലോ ടാസിലൊന്നും പിടിപ്പിച്ചിട്ടില്ല, വിത്ത് ബ്ലൗസും ഇല്ല. നിങ്ങൾ ടാസിലും പിടിപ്പിച്ച് വിത്ത് ബ്ലൗസും ഒക്കെ വെച്ചൊന്ന് ഉടുക്കുമ്പോഴേക്കാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിന് ലെമൺ യെല്ലോ എന്നല്ലേ പറയുന്നത്? അതെ, ലെമൺ യെല്ലോ. നല്ല കളറല്ലേ. ഇതിൻ്റെ എല്ലാം ബ്ലൗസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിച്ച ബ്ലൗസ്. പിന്നെ വെച്ച് നോക്കുമ്പോൾ ഒരേ കളറിൽ കിട്ടത്തില്ല. ഇവിടുത്തെ ഒരു ഷെയ്ഡില്ലേ, ആ ഷെയ്ഡൊക്കെ ആയിരിക്കും ചിലപ്പം വരുന്നത്. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാച്ച് ചെയ്താൽ മതി. പക്ഷെ ഇതിനൊരു നല്ല പാർട്ടി ടച്ച് കിട്ടും മറ്റേ ബ്ലൗസ്, ആ സൈസ് ബ്ലൗസ് ഇട്ട് കഴിയുമ്പോൾ. ഇത് കേട്ടോ, ഞാൻ ബ്ലൗസും സാരിയും കൂടെ ഒന്നിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു സാധനം പിടി കിട്ടിയേനെ. ഞാനിങ്ങനെ വാഗോണ്ട് പറിച്ചിലല്ലേ ഉള്ളൂ, ഞാനല്ലേ ഇത് മൊത്തം കാണുന്നത്. അതുകൊണ്ട് ഇത് കേട്ടോ, വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ. വിചിത്ര സിൽക്കിൻ്റെ ഒരു മീഡിയം ക്വാളിറ്റിയുള്ള ഏറ്റവും ഹൈ ക്വാളിറ്റിക്ക് നല്ല റേറ്റാണ്. ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി അപ്പടി അഴുക്കാം, കൊള്ളത്തില്ല.
കാരണം അങ്ങനത്തെ വാങ്ങിക്കരുത്. ഞാൻ പറയട്ടെ, 2 പ്രാവശ്യം സ്പീഡിൽ നടന്നു കഴിഞ്ഞാൽ തട്ടി കയറും. പിന്നെ അതിൻ്റെ ആ ഗ്ലോയും അതിൻ്റെ കട്ടിയൊക്കെ കുറവും, ഭയങ്കര കുറവായിരിക്കും. നേവി ബ്ലൂവിൻ്റെ ഒക്കെ ബ്ലൗസ് ഇല്ലേ, വാങ്ങിച്ചവരില്ലേ, ഈ സാരി വാങ്ങിച്ചോ. 599 രൂപയല്ലേ ഉള്ളൂ. ഈ സാരിയും കൂടെ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് കൊടുത്തു നോക്കും. ഞാൻ ചുമ്മാ പറയുന്നതല്ല. എന്നാന്നറിയിച്ച ബ്ലൗസ് ഇപ്പോഴും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അത് കൊടുക്കാൻ മേലാത്ത കുഴപ്പമുള്ളായിരുന്നു. എന്നിട്ടും ഞാൻ പറയുന്നത് എന്നാന്നറിയോ, നല്ല രസമാണ്. സുന്ദരിയുമായിട്ട് നടക്കുമ്പം എൻ്റെ സാരി ഉടുത്തിട്ട് ഒരിടത്ത് നിങ്ങളിപ്പോൾ ഒരു ഫംഗ്ഷന് പോയി കഴിയുമ്പോൾ നിങ്ങളെ അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിലാകുമ്പോൾ നിങ്ങളോട് ഉറപ്പായിട്ടും എല്ലാവരും ചോദിക്കും, അയ്യോ നല്ല രസമുണ്ട്, ഇത് എവിടെ നിന്ന് എടുത്ത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് എൻ്റെ ഈസബെല്ലയുടെ പേര് പറയത്തില്ല. അത്രേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. എങ്ങനെ ബ്ലൂ അമ്പടിക്കള്ളി, എന്നെ ഇവിടെ നിന്ന് വിളിക്കുക, അമ്പടിക്കള്ളി, കൊച്ചുകള്ളി. ഞാൻ ഈ സ്റ്റാഫിനോടൊക്കെ ഇരുന്ന് ഭയങ്കര, ഞാൻ കൗൺസിലറും കൂടി ആയതുകൊണ്ട് എനിക്ക് മോട്ടിവേഷൻ കുറച്ച് കൂടുതലാണല്ലോ. അപ്പം ഞാൻ എല്ലാം പറഞ്ഞിട്ട് ഏറ്റവും ഇവരോട് പറയും, ഇതേ എനിക്ക് നിങ്ങളോടുള്ള ചുമ്മാ പറയുന്നത് കേട്ടോ, സ്നേഹമില്ലായ്മയൊന്നുമില്ല. എൻ്റെ ദൈവമേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ നിങ്ങളുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇത് എൻ്റെ സ്ഥാപനം ചുവ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സ് കറക്റ്റായിരിക്കണം അല്ലേ. ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുമ്പം അയാൾ നല്ല പ്ലസൻ്റായിട്ട്, നല്ല പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി വർക്ക് ചെയ്താലേ അയാൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതായത് മോഡലിങ്ങും മനോഹരമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിസിനസ്സിനെ ബാധിക്കും. അതിനു വേണ്ടി വേണം ഞാൻ ഈ മോട്ടിവേഷൻ പറയാം. എല്ലാ ദിവസവും രാവിലെ ഉണ്ട്, ഒരു കേട്ട് മടുക്കുന്നുണ്ടായിരിക്കും. എന്തോ പച്ച രാമഗ്രീൻ എന്നൊക്കെ പറയുന്നത് പോലെ അല്ല, ബോട്ടിൽ ഗ്രീനാണ്. എൻ്റെ പൊന്നെ, എനിക്ക് കുറച്ച് ദിവസമായിട്ട് കളർ അടിച്ച് പോകുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. സത്യമായിട്ടത് എനിക്ക് കളർ പറയുമ്പോൾ കിട്ടുന്നില്ലെന്നേ, അതൊരു കുഴപ്പമാണോ സർ? ഡോക്ടറെ പോയി കണ്ടാലോ? കളർ അറിയത്തില്ല, ചുമ്മാ പറയാം കേട്ടോ. വട്ടൊക്കെ ഓരോ നിന്നങ്ങ് പറിച്ചില്ല, തട്ടി വിടുക. നല്ലൊരു വയലറ്റ്. അപ്പം മുമ്പേ കണ്ടത് പർപ്പിളല്ലേ, ഇതല്ലേ വൈനല്ലേ, ഇത് വയലറ്റ്. ഡിങ്ക ഡിങ്ക, എന്നെ രസം നോക്ക്. ഇനി പിങ്കും ഒനിയനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളർ. 5 തന്നെ ഓടിക്കുക. 5 വലിയ നമ്പരൊക്കെ ഇട്ട് കറക്റ്റ് ഓർഡർ വെച്ചാൽ ഞാൻ എടുത്ത് കാണിക്കുന്നതെല്ലാം ഒന്നെവിടെ. ഇതിപ്പോൾ നമ്പർ എത്രയാന്ന് പറയട്ടെ, ഇത് 4. ഞാൻ കാണിക്കുന്നത് 8-ാമതോ 10-ാമതോ. പണി കൊടുത്ത എല്ലാം ഞാൻ സത്യമായിട്ടും പറയാം, ഓർത്തില്ല വീഡിയോ. ഇതേ നല്ല കളറല്ലേ, നല്ല കളറല്ലേ. ഈ കളറും ഉണ്ട് ബ്ലൗസ് അതിനകത്ത്. ഇതിൻ്റെ ഇച്ചിരി ലൈറ്റ്സ് ആയിട്ടാണ് ഈ എന്താ ഇത്തേക്കൂടി ഗോൾഡൻ പോകുന്നതുകൊണ്ട് കളറ് തമ്മിൽ കറക്റ്റ് അല്ലെങ്കിലും എന്തോ ഒരു മാച്ചിങ് വരും. ഇത്തേലും ഒരു ഗോൾഡൻ വീവിങ് പോകുന്നുണ്ട്, ബ്ലൗസ് സൈഡും ആ ഗോൾഡൻ ബുട്ട പോകുന്നതുകൊണ്ടുണ്ടല്ലോ. ഇതിൻ്റെ സെയിം കളർ അല്ല ആ ബ്ലൗസിനെങ്കിലും, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മാച്ചിങ് ഫീൽ ചെയ്യും. ഇനി ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ഇതേ ഓണമൊക്കെ വരിക. ഞാൻ അന്ന് ഈ ബ്ലൗസ് കാണിച്ചപ്പോൾ ഈ സാരി കാണിച്ചായിരുന്നു. ഏത് കളർ സാരി എടുത്തവർക്കും ഇത് ഓക്കെ ആവും. പച്ചയാട്ടെ, ഡാർക്ക് പച്ച, ഡാർക്ക് മെറൂൺ, വയലറ്റ്. ഓണത്തിന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു അപ്പിയറൻസ് കൊടുക്കാം. ഓഫീസിലോ സ്കൂളിലോ ഹോസ്പിറ്റലിലോ എവിടെ വർക്ക് ചെയ്യുന്നവർക്കും കൊടുക്കാം. നല്ല രസമാണ്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, സ്റ്റോക്ക് വളരെ കുറവാണ്. എങ്ങനത്തെ സാരികൾ എപ്പോഴും കൊണ്ടിരുന്നോണ്ട് ഞാൻ അതിന് ഇത്ര ഇനിയുണ്ടോ അതേ എടുത്തല്ലോ. ഞാനേ എന്നാ പറയാൻ വന്നതെന്നറിയാമോ, സ്റ്റോക്ക് ഭയങ്കര കുറവാണേ. ഇതുപോലത്തെ സാരികൾ ഇപ്പം നമുക്ക് ധാരാളം വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സാരി ടൈപ്പ് സാരി വേണമെങ്കിൽ ഡിസൈൻ വ്യത്യാസപ്പെട്ട് പല മോഡൽ ഇന്നലെയും വന്നിട്ടുണ്ട്. ഇന്നലെ പുതിയ ബണ്ടിൽസ് വന്നതിനകത്തും ഉണ്ട് ഇതിൻ്റെ വേറെ മോഡൽ. ഇതല്ല, ഇത് സെയിം അല്ല. ഈ സ്റ്റഫും കാര്യങ്ങളും റേറ്റും ഒക്കെ സെയിമാണ്, മോഡൽ വ്യത്യാസപ്പെട്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ തന്നെ വീഡിയോ കാണിക്കും, അടുത്ത ദിവസം കാണിക്കും. അപ്പം എന്നാ എൻ്റെ ചുരിദാർ നല്ലതാണോ? ഞങ്ങളുടെ ചുരിദാറാണേ. ഞാൻ ചിക്കൻ കാരി. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ, നല്ലതല്ലേ. ഞാൻ ഇതിൻ്റെ ലാവണ്ടർ ഷെയ്ഡ് ഒരെണ്ണം എടുത്തു, ഈ ബ്ലൂ ഷെയ്ഡ് ഒരെണ്ണം എടുത്തു. നല്ല സുഖം ഇടാനേ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. പിന്നെ ബ്ലൗസ് വേണ്ടവർ 2 ദിവസത്തിനുള്ളിൽ ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഇട്ട് കാണിക്കുന്ന ആ ബ്ലൗസ് വേണ്ടവർ 2 ദിവസം, ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇന്നും കൂടെ ഒക്കെ കാണുള്ളൂ. അതുപോലെ ബുക്കിംഗ് വരുന്നതുകൊണ്ട് കിട്ടാതെ പോയൊരു ബുക്ക് ചെയ്യാം. മെറൂൺ കളർ ചോദിച്ച ധാരാളം ആൾക്കാരുണ്ട്. മെറൂൺ കളറിൻ്റെ വളരെ കുറച്ചെണ്ണം വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളായിരുന്നു വരെ. മാക്സിമം തൂത്ത് വാരി എടുത്ത് എന്നോട് ചോദിച്ചു, ഇനി വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കാം, അങ്ങോട്ട് കൊടുത്താൽ മതി, അത്രയ്ക്ക് അവിടെ ഇല്ല. അങ്ങനെ എടുത്തു.
താങ്ക് യു.